നമസ്തേ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളേവരും അറിഞ്ഞതാണ് വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ. ഹൃദയഭേദകമായ കാഴ്ചകളായിരുന്നു നമ്മളേവരും കണ്ടത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ ബേസിക് ഹിന്ദിയുടെ കണ്ണീർ പ്രണാമം. എല്ലാം എത്രയും പെട്ടെന്ന് പഴയ രീതിയിൽ റിക്കവറായി വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടാവട്ടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിന്ദി പത്രികകളാണ്, അതായത് ഹിന്ദി പത്രികായം. അതിൽ ഭാരതേന്ദു യുഗീൻ പത്രികായമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഭാരതേന്ദു യുഗ് എന്ന് പറയുമ്പോൾ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്ന സാഹിത്യകാരൻ്റെ പേരിൽ നാമകരണം ചെയ്തിട്ടുള്ളതാണ് ഭാരതേന്ദു യുഗ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതിലെ പ്രധാനപ്പെട്ട പത്രികകളാണ് നമ്മളിന്ന് പഠിക്കുന്നത്. കവിവചൻ സുധ. കവിവചൻ സുധ എന്നുള്ള പത്രിക ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റേതാണ്. കാശിയിൽ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ പത്രികയാണ് ഹരിശ്ചന്ദ്ര മാഗസിൻ. അതും ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റെ പത്രികയാണ്. അതും എവിടെ നിന്നാണ് പുറപ്പെട്ടത്, എവിടെ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്? കാശിയിൽ നിന്നാണ്. കാശി തന്നെയാണ്. സ്ഥാൻ ചോദിച്ചാൽ നമ്മൾ കാശിയാണ് പറയേണ്ടത്. മൂന്നാമത്തത് ഹരിശ്ചന്ദ്ര ചന്ദ്രിക. ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്ന് പറയുമ്പോൾ അതും ഭാരതേന്ദുവിൻ്റെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഓർക്കാനൊരു ഹരിശ്ചന്ദ്രനുണ്ട്. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര എന്ന് പറയുമ്പോൾ ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നുള്ള പത്രികയിൽ ഹരിശ്ചന്ദ്ര എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയായി മനസ്സിലാക്കാം ഭാരതേന്ദുവിൻ്റെയാണ് ഹരിശ്ചന്ദ്ര ചന്ദ്രിക എന്നുള്ള പത്രിക. അതും കാശിയിൽ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക, ഹരിശ്ചന്ദ്ര മാഗസിൻ, ഈ 3 പത്രികകളും സമ്പാദനം ചെയ്തിട്ടുള്ളത് ഭാരതേന്ദു ഹരിശ്ചന്ദ്രാണ്. സമ്പാദക് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഭാരതേന്ദുവാണ് ഉത്തരം പറയേണ്ടത്. എവിടെ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കാശിയാണ് ഉത്തരം. അപ്പോൾ ഭാരതേന്ദുവിൻ്റെ 3 പത്രികകളും കാശിയിൽ നിന്ന് സമ്പാദനം ചെയ്തിട്ടുള്ളതാണ്. അത് പ്രത്യേകം ഓർക്കുക. കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക. ഓക്കെ, അടുത്തത് ആനന്ദ് കാദംബിനി. ആനന്ദ് കാദംബിനി എന്ന് പറയുന്നത് ബദ്രീനാരായൺ പ്രേംഖൻ എന്ന സാഹിത്യകാരൻ്റെതാണ്. അപ്പോൾ പ്രേംഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണെന്നും ചോദ്യം വരാം. അത് ബദ്രീനാരായൺ പ്രേംഖൻ ആണ് കേട്ടോ. ബദ്രീനാരായൺ പ്രേംഖൻ എന്നാണ് ഫുൾ നെയിം. ആനന്ദ് കാദംബിനി, ബദ്രീനാരായൺ പ്രേംഖൻ, മിർജാപൂറാണ് കേട്ടോ. ഭാരതേന്ദുവിന് കാശിയാണെങ്കിൽ ബദ്രീനാരായൺ പ്രേംഖനിൻ്റെ മിർജാപൂറാണ്. ആനന്ദ് കാദംബിനി, ബദ്രീനാരായൺ പ്രേംഖൻ, മിർജാപൂർ. അടുത്തത് ഹിന്ദി പ്രദീപ്. ഹിന്ദി പ്രദീപ് പണ്ഡിറ്റ് ബാലകൃഷ്ണ ഭട്ടിൻ്റേതാണ്. ബാലകൃഷ്ണ ഭട്ടിൻ്റേതാണ് ഹിന്ദി പ്രദീപ്. അത് പ്രയാഗിൽ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. പ്രയാഗാണ് സമ്പാദനം ചെയ്ത സ്ഥലം ചോദിച്ചാൽ പറയേണ്ടത്. അടുത്തത് ബ്രാഹ്മൺ. ബ്രാഹ്മൺ പത്രിക പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്രൻ്റേതാണ്. കാൺപൂരിൽ നിന്നുമാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്രാഹ്മൺ പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്ര, കാൺപൂർ. മാറിപ്പോകരുത്. പണ്ഡിറ്റ് ബാലകൃഷ്ണ ഭട്ടും പണ്ഡിറ്റ് പ്രതാപ് നാരായൺ മിശ്രും മാറിപ്പോകരുത്. അപ്പോൾ നമ്മളിന്ന് 6 പത്രികകളാണ് പഠിച്ചിട്ടുള്ളത്. ഭാരതേന്ദു യുഗീനിൽ വരുന്ന 6 പത്രികകൾ ഏതൊക്കെയാണ്? കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക, ആനന്ദ് കാദംബിനി, ഹിന്ദി പ്രദീപ്, ബ്രാഹ്മൺ. അതിൽ ഫസ്റ്റ് വൺ കവിവചൻ സുധ, ഹരിശ്ചന്ദ്ര മാഗസിൻ, ഹരിശ്ചന്ദ്ര ചന്ദ്രിക. ഈ 3 ഫസ്റ്റ് പറഞ്ഞ 3 ആരുടേതാണ്? ഭാരതേന്ദു ഹരിശ്ചന്ദ്രൻ്റേതാണ്. അത് 3 സമ്പാദനം ചെയ്തിട്ടുള്ളത് ഹരിശ്ചന്ദ്രാണ്. എവിടെ നിന്നാണ് സ്ഥാൻ ചോദിച്ചാൽ കാശിയാണ് ഉത്തരം പറയേണ്ടത്. ആനന്ദ് കാദംബിനി പറഞ്ഞാൽ ബദ്രീനാരായൺ പ്രേംഖനാണ്, മിർജാപൂരിൽ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. ഹിന്ദി പ്രദീപ് ബാലകൃഷ്ണ ഭട്ടിൻ്റേതാണ്. എവിടെ നിന്നാണ്? പ്രയാഗിൽ നിന്നാണ്. ബ്രാഹ്മൺ പ്രതാപ് നാരായൺ മിശ്രൻ്റേതാണ്. കാൺപൂരിൽ നിന്നാണ് സമ്പാദനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭാരതത്തിൻ്റെ യുഗീൻ പത്രികായം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.